തുടരും സിനിമ ഇപ്പോൾ കണ്ടുവന്നതേ ഉള്ളൂ. ഒന്നും തന്നെ പറയാനില്ല, ഗംഭീര സിനിമ. കുറേ കാലമായിട്ട് മോഹൻലാൽ സിനിമ കണ്ടിട്ട് വളരെ ഇമോഷനിലൂടെ തിയേറ്ററിൽ ഞാൻ ഇറങ്ങി വന്നത് ഈ അടുത്ത കാലത്താണ്. ഈ അടുത്ത കാലത്ത് മോഹൻലാൽ എന്ന് പറയുന്ന പെർഫോമറെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനൊക്കെ കണ്ടു വളർന്നൊരു ലാലേട്ടനുണ്ട്, അല്ലെങ്കിൽ ഞാനൊക്കെ കണ്ടു വളർന്ന ലാലേട്ടൻ സിനിമകളുണ്ട്. അത് ഓർത്തു പോയിന്ന്, അത് എനിക്ക് എവിടെയൊക്കെയോ മിസ്സായി പോയിന്ന് കുറച്ച് കാലങ്ങളായിട്ട്. അത് ഈ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടി. അത് താങ്ക്സ് ടു തരുൺമൂർത്തി. ഗംഭീരമായിട്ട് പുള്ളി സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന പെർഫോമർക്ക് വേണ്ടിയിട്ട് KR സിനിലും തരുൺമൂർത്തി എഴുതിയിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ് തുടരും. ഗംഭീരമായിട്ട് ലാലേട്ടൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച എല്ലാവരും തന്നെ ഗംഭീരമാണ്. ശോഭന മോഹൻലാൽ സീക്വൻസൊക്കെ എന്ത് രസമാണ് സ്ക്രീനിൽ കാണാൻ. പിന്നെ അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു, പിന്നെ അതുപോലെ ബിനു പപ്പു, പിന്നെ പ്രകാശ് വർമ്മ, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഇവരൊക്കെ. മണിയമ്പിള്ള ചേട്ടനൊക്കെ വേറെ ഒരു എന്താ പറയുക, വേറൊരു ഗെറ്റപ്പ്. ഇന്നേ വരെ മണിയമ്പിള്ള ചേട്ടനൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു. അവരുടെ കുറച്ച് സീക്വൻസുകളാണെങ്കിലും എല്ലാം തന്നെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ മക്കളായിട്ട് അഭിനയിച്ച 2 പേരുണ്ട്. അവരൊക്കെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി ഈ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ കുറച്ച് പരിപാടികളുണ്ട്, ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ സമയത്തൊക്കെ ആ കുട്ടിയുടെ പെർഫോമൻസ് ഗംഭീരമാണ്, മോഹൻലാലിൻ്റെ മകളായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആ കുട്ടിയുടെ. പിന്നെ അതുപോലെ തന്നെ ശോഭനയുടെ പെർഫോമൻസിനൊന്നും എവിടെയും താഴ്ന്നിട്ടില്ല. ആ പഴയ നാഗവള്ളിയൊക്കെ എപ്പോഴും ശോഭനയുടെ ഉള്ളിലുണ്ട്. അതൊന്നും എവിടെയും പോയിട്ടില്ല. അത് ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ലാലേട്ടൻ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കോമഡി സീക്വൻസുകളൊക്കെ ചെയ്തിരിക്കുന്നത്. കോമഡി ആയിക്കോട്ടെ, ആക്ഷൻ ആയിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകൻ ഇങ്ങനെ കണക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാലങ്ങളായിട്ട് മോഹൻലാൽ സിനിമയിൽ നഷ്ടപ്പെട്ടിരുന്ന ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ എവിടെയോ മിസ്സായൊരു സാധനമുണ്ട്, ഒരു വില്ലൻ. നമ്മുടെ നരേന്ദ്രപ്രസാദും പിന്നെ അതുപോലെ NF വർഗീസൊക്കെ ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു, കൊളപ്പുള്ളി അപ്പനും കീരിക്കാടൻ ജോസും. അതായത് ലാലേട്ടൻ്റെ ഹീറോയ്ക്ക് ഓപ്പോസിറ്റ് കട്ടക്കി നിൽക്കുന്നൊരു വില്ലൻ കുറച്ച് കാലമായിട്ട് മലയാള സിനിമയിൽ കണ്ടില്ല. അത് ഈ സിനിമയിലുണ്ട്. പ്രകാശ് വർമ്മ കിടിലൻ അസാധ്യ വില്ലനിസം, കിടിലൻ പെർഫോമൻസ്. മോഹൻലാലിന് ഒത്ത പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരി ഇതിൽ. അതുകൊണ്ട് തന്നെ ഇവരുടെ കോമ്പിനേഷൻ സീക്വൻസ് ഒക്കെ കാണാൻ എന്ത് രസം അറിയോ. പ്രകാശ് വർമ്മൻ്റെ ചില സാധനങ്ങളുണ്ട്, ഒരുമാതിരി വൃത്തികെട്ടൊരു ചിരിയും കൈയോട്ടൊക്കെ ഉള്ള ഒരു ടാറ്റ പറച്ചിലൊക്കെ ഉണ്ട് ചില സീക്വൻസ്. ഒരു രക്ഷയില്ല, അതാണ് വില്ലൻ. അതുകൊണ്ട് തന്നെ ആ ഒരു വില്ലനെ കാണുമ്പോൾ നമുക്ക് എടുത്തിട്ട് അടിക്കാൻ തോന്നും ചില സീക്വൻസ് ഒക്കെ കാണുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ക്യാമറ അസാധ്യ ക്യാമറ വർക്കാണ്. ചില ഷോട്ടൊക്കെ ഉണ്ട്, മോഹൻലാലിങ്ങനെ മഴയത്ത് ഇങ്ങനെ തോളും ചെരിഞ്ഞ് അംബാസിഡർ കാറിൻ്റെ അവിടെ നിൽക്കുന്നൊക്കെ ഒരു സീക്വൻസ് ഉണ്ട്. ഗൂസ് ബംസ് ആണ്. അതുപോലെ തന്നെ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട് പോലീസ് സ്റ്റേഷനിലുള്ള. എന്ത് രസമായിട്ട് ആ ആക്ഷൻ സീക്വൻസ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന അറിയോ. ഒരു ഹെലികോപ്റ്ററോ ഒരു മിസൈലോ ഒരു തോക്കോ ഒന്നും വേണ്ട, ഒരു മുണ്ടും മടക്കി കുത്തി ലാലേട്ടൻ അങ്ങോട്ട് ചാടി വന്ന് അടിക്കും. അതാണ് ലാലേട്ടൻ. അതായത് ആ ലാലേട്ടൻ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനല്ല അവിടെ ഉപയോഗിച്ചത്, ആ പെർഫോമറാണ്. അതുകൊണ്ട് തന്നെ ആ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ടല്ലോ, ഗൂസ് ബംസ് ആണ്. അങ്ങനെ ഒരുപാട് മൂമെൻറ്റ്സ് ഉണ്ട് ഈ സിനിമയിൽ. എസ്പെഷ്യലി ക്ലൈമാക്സിനോടൊക്കെ അടുപ്പിച്ചിട്ട് ചില എക്സ്പ്രഷൻസ് ഉണ്ട് ലാലേട്ടൻ്റെ. എന്ത് രസമെന്ന് പറയാൻ കണ്ടിരിക്കാൻ. എല്ലാവരും ഇതിൽ ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാം തന്നെ ഗംഭീരമായിട്ടുണ്ട്. ഒന്നും തന്നെ മോശം എന്ന് പറയാനില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തരുൺമൂർത്തി ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഗംഭീര എക്സ്പീരിയൻസ് ആണ്, ഗംഭീര സിനിമയാണ് മലയാളത്തിൽ.